എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള MBBS BDS കോഴ്സുകൾ ഒഴികെയുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, വെറ്റിനറി, അതുപോലെ ഈ ഒരു ബിടെക് ബയോടെക്നോളജി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ നിന്നും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം പിന്നീട് നിങ്ങൾക്കത് വീണ്ടും വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ച് വെക്കുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ നിന്നും ഡാറ്റാ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റാ ഷീറ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രവേശന സമയത്ത് നേടുന്ന ഈ ഒരു ഡാറ്റാ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ പ്രോസ്പെക്ടസിൽ 11.7.4 ക്ലോസ് 4 ഈ ഒരു 11.7.1 ക്ലോസ് പ്രകാരമുള്ള രേഖകളും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ കൊണ്ടുപോകണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള ഫീസ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാവേണ്ടതാണ്. അത് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച SC, ST, OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നീ സർക്കാർ ഉത്തരവുകളുടെ അനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളും ശ്രീ ചിത്ര ഹോം, അതായത് ശ്രീ ചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവയിലെ വിദ്യാർത്ഥികളും അഡ്മിഷൻ സമയത്ത് ട്യൂഷൻ ഫീസ് അടക്കേണ്ടതില്ല. സ്രാസ്ത്ര കോളേജിലെ ഫീസ് നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ 2023-24 വർഷത്തെ ഫീസാണ് അടക്കേണ്ടത്. അത് ഫീസ് പുതുക്കി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്യാനും ഹയർ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കൺഫർമേഷൻ നടത്താനും സാധിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുക. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും മെഡിക്കൽ അലൈഡ് സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ലഭ്യമല്ലാത്തതും ആകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.